بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ അംബിയ 4 മുതൽ 6 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാല, ഈ പദത്തിൽ ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫ് തഫ്ഖീം ചെയ്തുകൊണ്ട് സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ദീർഘാക്ഷരമായ അതിൻ്റെ അലിഫിലും തഫ്ഖീം നിലനിർത്തുകയും വേണം. അപ്പോൾ ഖാല എന്ന് ഉച്ചരിക്കുക. ഖാല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഖാല. ഖാഫ് ഷിദ്ദത്ത് നൽകപ്പെടുന്ന ഹർഫ് കൂടിയാണ്, കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാല റബ്ബി, റബ്ബി എന്ന് പറയുമ്പോൾ റായിലും പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിച്ച് ഉച്ചരിക്കണം. റബ്ബി. യഅലമുൽ ഖൗല, യഅലമുവിലെ ഐനിനെ ശ്രദ്ധിച്ച് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അൽ ഖൗല, ഖാഫിന് തഫ്ഖീം കൊടുക്കുക. യഅലമുൽ ഖൗല ഫിസ്സമാഇ വൽ അർദ്. തഫ്ഖീമിൻ്റെ ഹർഫുകളെ പ്രത്യേകം എടുത്ത് നാം സൂചിപ്പിക്കുന്നു. അല്ലാത്തവയ്ക്കൊക്കെയും തർക്കീഖാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അസ്സമാ അല്ലെങ്കിൽ ഫിസ്സമാഇ, ഇതിലുള്ള എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇതിലൊന്നും തന്നെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടവയില്ല. സീനാവട്ടെ, മീം, മീമിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇതൊക്കെ തർക്കീഖ് ചെയ്തുകൊണ്ട് ഫിസ്സമാഇ എന്ന് ഉച്ചരിക്കുക. ഫിസ്സമായി എന്ന് പറയാവതല്ല. ഈ പദത്തിലുള്ള ദീർഘമാവട്ടെ മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും അലിഫിനെ ദീർഘിപ്പിക്കണം. ഫിസ്സമായി വൽ അർദ്. അർദ് എന്ന പദത്തിൽ റാഇനും ദ്വാദിനും തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കണം. ഹംസക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. വൽ അർദ്, വൽ അർദ്. ദ്വാദ് അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായൊരു അക്ഷരമാണ്. നാവിൻ്റെ സൈഡിൽ നീളത്തിലാണ് അതിൻ്റെ മഖ്റജ് വരുന്നത്. ഇടതുവശത്ത് നാവിൻ്റെ ഒരു പാർശ്വം, ഒരു അരിക് നീളത്തിലാണ് അതിൻ്റെ മഖ്റജ്. അവിടെ നിന്ന് തന്നെ ദ്വാദിനെ ഉച്ചരിക്കണം. നാവിൻ്റെ മുൻവശവും മുൻപല്ലും ചേർത്ത് തെറ്റായി പലരും ഉച്ചരിച്ചു പോവാറുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. ദ്വാദിൽ വഖഫ് ചെയ്യുമ്പോൾ അർദ് എന്ന് ശബ്ദം ചലിപ്പിച്ച് ഖൽഖല വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അത് തെറ്റാണ്. വൽ അർദ്, വൽ അർദ് എന്ന് സുക്കൂൻ നൽകി ഉച്ചരിക്കുക. വഹുവ, വഹുവ, ഈ പദം പലപ്പോഴും ആളുകൾ തെറ്റിക്കാറുണ്ട്. വഹുവ, ഇത് വഹുവ എന്ന് ഹായിന് സുക്കൂന് കൊടുത്തുകൊണ്ടോ അവ്യക്തമായ ദമ്മ കൊടുത്തുകൊണ്ടൊക്കെ ഉച്ചരിക്കും. അത് തെറ്റാണ്. വ്യക്തമായി 3 ഹർഫുകൾ, വാവ് മഫ്തൂഹ, ഹ മദ്മൂമ, ശേഷം വാവ് മഫ്തൂഹ, വഹുവ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. വഹുവ സമീഉൽ അലീം. ഐനിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. എല്ലാ ഹർഫുകളും ഇസ്തിഫാലിൻ്റേതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. ബൽ ഖാലു, ബൽ ലാമിനെ ഇൽഹാർ ചെയ്യണം എന്ന് പറയേണ്ടതില്ല. സാക്കിനത്തായ ലാമിന് ഇൽഹാറാണ് ഈ പദത്തിലുള്ളത്. ഖാലു എന്ന് പറയുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീം തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖാലു അദ്ഗാസ്. ഖാലു എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. വാവിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ശേഷം അടുത്ത പദത്തിൽ ഹംസത്തുൽ ഖത്അ വന്നതാണ് ഇതിനുള്ള കാരണം. ബൽ ഖാലു അദ്ഗാസ്. ദ്വാദ് പരിശീലിക്കുവാൻ പറ്റിയ ഒരു പദം കൂടിയാണ്. ദ്വാദിന് സുക്കൂൻ,
നാവിൻ്റെ സൈഡിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇസ്തിഅലാൻ്റെ ഹർഫ് ഇസ്തിതാല എന്ന അതിൻ്റെ സ്വന്തമായ സിഫത്തുണ്ട്. തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. എന്നാവർത്തിച്ച് പറഞ്ഞ് ദ്വാദിൻ്റെ ഉച്ചാരണം ശരിയാക്കുക. ഗൈനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ഇസ്തിഅലാൻ്റെ ഹർഫാകുന്നു ഗൈൻ. അഹ്ലാം. ഈ പദം നേർവിപരീതമായ തർക്കീക്ക് നൽകേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് ഇവയിലെല്ലാം. അഹ്ലാം അഹ്ലാമിൻ ബൽ ഇഫ്തറാ. തൻവീനും ശേഷം ബാഉമാണ്. അഹ്ലാമിൻ ബൽ ഇഫ്തറാ. ഇവിടെ തൻവീനിനെ മീമാക്കി മാറ്റി ഇഖ്ലാബ് ചെയ്ത് ഉച്ചരിക്കണം. ഫലത്തിൽ ഇഖ്ഫാ ഷഫവി എന്ന സാക്കിനത്തായ മീമിന് ബായിന് മുമ്പിൽ വരുമ്പോൾ നൽകുന്ന ഹുക്മാണ് ഇവിടെയും നൽകപ്പെടുക. അപ്പോൾ മീമിൻ്റെ ശബ്ദം അവ്യക്തമായിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം. അഹ്ലാമിൻ ബൽ ഇഫ്തറാ അഹ്ലാമിൻ ബൽ ഇഫ്തറാ. ബൽ ഇഫ്തറാഹു ബൽ ഇഫ്തറാഹു എന്നാണ്. സാക്കിനത്തായ ലാം ഇഫ്തറാഹ് എന്ന പദത്തിലെ ഹംസത്തുൽ വസ്ൽ ഒഴിവാകുമ്പോൾ ശേഷിക്കുന്ന ഫാഇൻ്റെ സുക്കൂൻ. ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരുന്നു. ഇൽത്തിഖാഉ സാക്കിനീൻ സംഭവിച്ചതിനാൽ അതിനുള്ള പരിഹാരമായി ലാമിൻ്റെ സുക്കൂൻ മാറ്റി ഹറക്കത്ത് നൽകി ബൽ ഇഫ്തറാഹ് എന്ന് ഉച്ചരിക്കുകയാണ്. ബൽ ഇഫ്തറാഹു റാഇനും അലിഫിനും തഫ്ഖീം നൽകുക. ബൽ ഇഫ്തറാഹു ബൽ ഹുവ ശാഇർ ബൽ ഹുവ ശാഇറുൻ ഫൽയഅതിനാ. ബൽ ഹുവ ശാഇർ അവിടെ വഖഫ് ചെയ്യുമ്പോൾ റാഇന് സുക്കൂൻ വരുന്നു. തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുണ്ട്. റാഇനെ തർക്കീഖ് ചെയ്ത് നേർപ്പിക്കണം. ശാഇർ എന്ന് വഖഫ് ചെയ്യണം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ചേർത്തോതുകയാണെങ്കിൽ ശാഇറുൻ ഫൽയഅതിനാ എന്ന് ഇഖ്ഫാ ഹഖീഖി നൽകി തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫായിന് മുമ്പിൽ വന്നതിനാൽ ഇഖ്ഫാ ചെയ്ത് മറച്ച് മണിച്ചുച്ചരിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ശാഇറുൻ ഫൽ ഫൽയഅതിന ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. ഫൽയഅതിന ഫൽയഅതിന എന്ന് പറയരുത്. ഫൽയഅതിന ബിആയ ബിആയ ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഷിദ്ദത്തിൻ്റെ ഹർഫാണെന്ന് പറഞ്ഞു. ബിആയ എന്ന് പറയും തെറ്റായി പലരും. ബിആയ അങ്ങനെ പറയരുത്. ബിആയ. ഫൽയഅതിന ബിആയതിൻ കമാ. തൻവീനും ശേഷം കാഫും വരുന്നു. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് തൻവീനിനെ ഉച്ചരിക്കുക. ബിആയതിൻ കമാ കമാ ഉർസിലൽ അവ്വലൂൻ. കമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. ഉർസില റാഇന് തഫ്ഖീം കൊടുക്കണം. ഉർസില എന്ന് മലയാളത്തിലെ റാ പോലെ പറയാവതല്ല. റാഇ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉർസില എന്നുച്ചരിക്കുക. ഉർസിലൽ അവ്വലൂൻ. നേരത്തെ വാവിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വാവ് വരണം. അവ്വലൂൻ എന്ന് താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് പറയരുത്. ചുണ്ടുകൾ വൃത്താകൃതിയിലായിക്കൊണ്ട് അൽ അവ്വലൂൻ എന്ന് ഉച്ചരിക്കുക. മാ ആമനത് ഖബ്ലഹും. മാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. ആമനത് താഇൻ്റെ സുക്കൂൻ ശ്രദ്ധിക്കുക. മഹ്മൂസായ അക്ഷരമാണ് താ. ആമനത് ആമനത് ഖബ്ലഹും എന്ന് തീരെ താഇൻ്റെ ഉച്ചാരണം വരാതെ ശബ്ദമില്ലാതെ അങ്ങനെ പാരായണം ചെയ്യാൻ പറ്റുകയില്ല. ആമനത് എന്ന് ഹംസ് നൽകിക്കൊണ്ട് ആ താഇനെ ഉച്ചരിക്കുക. ഹംസ് എന്നാൽ ഉച്ചാരണ സന്ദർഭത്തിലുണ്ടാകുന്ന കാറ്റിൻ്റെ ചലനം അല്ലെങ്കിൽ ശ്വാസചലനമാണ് ഉദ്ദേശിക്കുന്നത്. ആമനത് ഖബ്ലഹും എന്നാൽ ആമനത്ത് എന്ന ശബ്ദത്തിന് ഖൽഖല കൊടുത്ത് ശബ്ദം ചലിപ്പിക്കരുത്, സൂക്ഷിക്കണം.
ഖാബിലഹും ഖാഫിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ബാഇന് സുക്കൂനുണ്ട്, ഖൽഖല സുഗ്റ നൽകി ബാഇൻ്റെ സുക്കൂൻ ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് പറയുക. ഖാബിലഹും ഖാബിലഹും മിൻ രണ്ട് മീമുകളെ ഇദ്ഗാം ചെയ്ത് ഷദ്ദുള്ള ഒറ്റ മീമാക്കി ഉച്ചരിക്കണം. ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നതിന് പേര് പറയാം, അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നും പറയാം. ഖബലഹും മിൻ ഖർയത്തിൻ ഇവിടെ സാക്കിനത്തായ നൂൻ ഖാഫിന് മുമ്പിൽ വന്നു. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം, ശേഷം ഖാഫ് ആയതുകൊണ്ട് എന്നിങ്ങനെ തഫ്ഖീമോടുകൂടി നൂനെ ഉച്ചരിക്കുക. മിൻ ഖർയത്തിൻ ഖർയത്തിൻ ഖാഫിനും റാഇനും തഫ്ഖീമാണ്. ഖർയത്തിൻ അഹ്ലക്നാഹ തൻവീനും ശേഷം ഹംസയും വരുന്നു. ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം തൻവീനിനെ. അഹ്ലക്നാഹ ഈ പദത്തിൽ ഹ കാഫ് രണ്ട് സാക്കിനായ ഹർഫുകളുണ്ട്. ഇവയൊക്കെ മഹ്മൂസായ അക്ഷരങ്ങളാണ്. എന്ന് പറയുമ്പോൾ ശ്വാസചലനമാണ് ഹംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കാഫിൻ്റെ ഉച്ചാരണത്തിലും ലക് നേരത്തെ തായിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഇവയൊക്കെ ഹംസിൻ്റെ ഹർഫുകളാണ്. അഹ്ലക്നാഹ അഹ്ലക് എന്നുള്ള ശബ്ദം, അഹ്ലക് എന്ന ശബ്ദ ഹറക്കത്ത് പോലെ ചലിപ്പിക്കരുത്, സൂക്ഷിക്കുക. അഹ്ലക്നാഹ അഫഹും യുഅ്മിനൂൻ അഫഹും സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അഫഹും യുഅ്മിനൂൻ യുഅ്മിനൂൻ തെറ്റായി പറയും, സൂക്ഷിക്കുക. ഹംസ ശിദ്ദത്തുള്ള അക്ഷരമാണ്, അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. യുഅ്മിനൂൻ അഫഹും യുഅ്മിനൂൻ സൂചിപ്പിച്ച ഇതുവരെ 3 വചനങ്ങളിലും തഫ്ഖീമിൻ്റെ ഹർഫുകൾക്ക് മാത്രമേ തഫ്ഖീമുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത എല്ലാ ഹർഫുകളെയും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടവയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون.